അഡ്വക്കേറ്റ് ടി ബി മിനി, ഈ ചർച്ച ഇതുവരെ കേട്ടതിൽ നിന്ന് എങ്ങനെ ഇടപെടാൻ തോന്നുന്നു? ഞാൻ ചർച്ച വളരെ കുറച്ചേ കേട്ടുള്ളൂ. പിന്നെ ലവ് ജിഹാദ് എന്നുള്ള വിഷയം ഇപ്പോ BJP-യെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് അവര് ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ചില സ്ഥലത്ത് വരുന്ന സാഹചര്യത്തിൽ അവരുടെ ഒരു കേന്ദ്രത്തിലെ രാഷ്ട്രീയ അധികാരവും ഉപയോഗിച്ചിട്ടുണ്ട്. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ആശയം പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിട്ടുള്ള ജനവിഭാഗങ്ങളെ ആക്രമിക്കുന്നതിനുള്ള അല്ലെങ്കിൽ കൺവെർഷൻ, ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് ബോധപൂർവം അല്ലെങ്കിൽ എന്താ പറയാ നിർബന്ധപൂർവം അല്ലെങ്കിൽ ലവ് ജിഹാദ് വഴി ചേർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആശയം ഹിന്ദുക്കളുടെ ഇടയിൽ പ്രചരിപ്പിച്ച് അതിൽ നിന്നൊരു ആശയം മുതലെടുപ്പ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകർക്ക് തോന്നുന്നത്. പിന്നെ കേരളത്തില് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ മുസ്ലിങ്ങളും ഹിന്ദുക്കളൊക്കെ പ്രമേയിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ വളരെ ബോധപൂർവം അതിന്റെ മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കൊട്ടിഘോഷവും ആഘോഷവും ഇവിടെ ഉണ്ടായത്. കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട്. കെ.ടി. ശങ്കരൻ സാറിന്റെ ഒരു കോടതിയിൽ നിന്നാണ് അത്തരം ഒരു പരാമർശം ഉണ്ടായത്. അതും വളരെ തെറ്റായി പോയി എന്നുള്ളൊരു നിലപാടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഇത് വളരെ ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം ഒരു വർഗീയവൽക്കരണത്തിന്റെയും ജാതിയുടെ പേരിലും ആളുകളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, മുസഫർ നഗർ, സഹാറൻപൂർ കലാപങ്ങളുടെ വ്രണമുണങ്ങാതെ കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് വീണ്ടും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ ലവ് ജിഹാദിനെ ഒരു പ്രചാരണായുധമാക്കി കൊണ്ടുവരികയും പിന്നീട് ഒരു പ്രത്യേക ഘട്ടത്തിൽ പിന്നോട്ട് പോവുകയും ചെയ്തു BJP. ഇതിലൂടെ അവരുദ്ദേശിച്ച രാഷ്ട്രീയ ലക്ഷ്യം എന്തായിരുന്നു? അത് ഏത് തരത്തിലുള്ള പ്രത്യാഘാതം ഉത്തർപ്രദേശിൽ ഉണ്ടാക്കും? അത് ഈ ലവ് ജിഹാദ് എന്ന വാദമുഖം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെയല്ല, സാമൂഹ്യ ജീവിതത്തെ തന്നെ നേരിടാൻ നടത്തുന്ന, പ്രത്യയശാസ്ത്രപരമായി നേരിടുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് സംഘപരിവാരവും അതുപോലെ തന്നെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇൻ്റർ കാസ്റ്റ്, ഇൻ്റർ റിലീജിയസ് മാരേജസ്, കാസ്റ്റിനും മതത്തിനുമൊക്കെ അതീതമായി നടക്കുന്ന പ്രണയത്തിൻ്റെ എന്താ പറയുക, ഈ രസം ചേർന്ന രസതന്ത്രത്തിൻ്റെ ആ വിവാഹങ്ങൾ ജനാധിപത്യോത്കർ പ്രക്രിയയുടെ ഒരു മുന്നേറ്റമായി കാണുന്നതിന് പകരം അത് ഒരു മതത്തിന് വേണ്ടിയിട്ട് മതമാറ്റം നടത്തുന്നതിന് വേണ്ടി കുൽസിതമായ രീതിയിൽ ലക്ഷ്യബോധത്തോടെ ചെയ്യുന്ന ഒരു കാര്യമെന്ന തെറ്റിദ്ധാരണയാണ് ലവ് ജിഹാദിൻ്റെ ഉള്ളടക്കം. അവിടെ നാം മനസ്സിലാക്കേണ്ടത് ശ്രീ ജോർജ് കുര്യൻ തന്നെ അദ്ദേഹത്തിൻ്റെ വാദമുഖം വെച്ച് തന്നെ നമുക്ക് സംസാരിക്കാവുന്നേ ഉള്ളൂ. ശ്രീ കുര്യൻ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ സമുദായ വിഭാഗങ്ങൾ ഏകദേശം സമതുലനം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. 2200 ഹിന്ദു സ്ത്രീകളെ മുസ്ലിം ആക്കിക്കൊണ്ട് മുസ്ലിമിൻ്റെ വളർച്ച ഉണ്ടാക്കിക്കളയാം കേരളത്തിൽ നിന്നൊരു മുസ്ലിം ലീഗ് നേതാവ് പോലും ചിന്തിക്കുന്നുണ്ടാവില്ല. അത്രത്തോളം സമതുലനമായ വളർച്ച കേരളത്തിലെ ജനസംഖ്യയിലുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുമില്ല. അപ്പോൾ തന്നെ നിങ്ങളുടെ വാദമുഖത്തിന് അടിസ്ഥാനമില്ലാതാകുന്നു. ഒന്ന്. പിന്നെ ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ആ ഉത്തരത്തിനനുബന്ധിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്. മുസാഫർപൂർ കലാപമുണ്ടായല്ലോ, നൂറുകണക്കിന് ആളുകൾ വധിക്കപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ നിരാധാരരായി തീരുകയും ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് നിലവിളികൾ ഒടുങ്ങാതിരിക്കുകയും ചെയ്യുന്ന സംസ്ഥാനം UP. അതേ സംബന്ധിച്ച് അന്വേഷണമൊക്കെ നടന്നു. ലവ് ജിഹാദ് എന്ന ആദ്യത്തെ ഒരു വാദമുഖം ഉന്നയിച്ചുകൊണ്ടാണ് കലാപം ആരംഭിച്ചത് മുസാഫർ നഗറിൽ. പിന്നീട് കലാപങ്ങൾക്ക് ശേഷം ആരോപിതയായ പെൺകുട്ടി തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയുകയുണ്ടായി, ജോർജ് കുര്യൻ, ഞാൻ പ്രണയത്തിൻ്റെ ഭാഗമായി ഒളിച്ചോടിപ്പോയതാണ്, അല്ലാതെ ലവ് ജിഹാദൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, മതമാറ്റവും സംഭവിച്ചിട്ടില്ല. നോക്കണേ, ഒരു പ്രചരണായുധമാക്കി അത് മാറ്റിയപ്പോൾ നൂറുകണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വഴിയാധാരമായത്. എത്ര വർഷമെടുക്കും ജീവിതം ഇനി തിരിച്ചു വരാൻ? ഇതാണ് രാഷ്ട്രീയ ഉപയോഗം. രാജ്നാഥ് സിംഗ് അത് അറിയില്ല എന്ന് പറയുന്നത് അറിയാത്തത് കൊണ്ടല്ല. BJPയുടെ പ്രചരണായുധത്തെ സപ്പോർട്ട് ചെയ്യുന്ന മനോഗതി തന്നെയാണ് മുൻ BJP അധ്യക്ഷനായ രാജ്നാഥ് സിംഗിനുള്ളത്. പക്ഷേ ഇപ്പോൾ മന്ത്രിയായിരുന്നത് കൊണ്ട് ഇരിക്കുന്നത് കൊണ്ടും തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നത് കൊണ്ടും UPയിൽ ഏതായാലും അത് അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കില്ല. അതൊരു തെരഞ്ഞെടുപ്പ് കാപട്യമാണ്. എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശ് സംസ്ഥാന സമിതിയിൽ സ്വീകരിച്ച ഒരു പ്രമേയത്തിൽ നിങ്ങൾ പിന്നോട്ട് പോകാനുള്ള കാരണം, ലവ് ജിഹാദ് എന്ന പ്രചാരണ ആശയത്തിൽ നിന്ന് BJP ഒരു ഘട്ടത്തിൽ പിന്നോട്ട് പോകാനുള്ള കാരണമെന്ന് താങ്കൾ പറയുന്നത് പോലെ അത്ര അപകടകരമായ നിലയിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ?
അല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ. ആദ്യം മിനി എന്ന് പറയുന്ന അഡ്വക്കേറ്റ് പറഞ്ഞത്, അതായത് അവര് പറഞ്ഞത് ഇത് ക്രിസ്ത്യാനികളെ ഒക്കെ പഴി ചേരാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണെന്ന് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാതാണ് പറയുന്നത്. KCBC ആണ് ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് അവരാണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞ ഒരു സംഘടന അവരാണ്. മറ്റൊന്ന് ഗ്ലോബൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യൻസ് ആണ്. ഇവരൊക്കെയാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. അവർക്കാണ് കൂടുതൽ ആശങ്ക. ഇതുപോലെ ജോർജ് കുര്യൻ ഇടയ്ക്ക് ഇതുപോലെ ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു വിഷയത്തിൽ വസ്തുതാപരമായി കാര്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന് ഇരിക്കെ KCBC പറഞ്ഞാലും താങ്കൾ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനം പറഞ്ഞാലും പോലീസ് മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണെന്നും ഒരു പ്രത്യേക സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ച് നടത്തിയ നീക്കമാണെന്നും ഹൈക്കോടതി അന്വേഷണം സ്റ്റേ ചെയ്തുകൊണ്ട് പറയുമ്പോൾ എവിടെയാണ് ന്യായമുള്ളത്? എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവിടെ ഭാസ്കരേന്ദ്രബാബു പറഞ്ഞു കേരളത്തിൽ മാത്രമേ ഉള്ളെന്ന്. ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി CBI അന്വേഷണത്തിന് ഓർഡർ ഇട്ടിരിക്കുന്നു. വേറൊന്ന്, ഇത് മുസ്ലിം സമൂഹത്തെ എതിർക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു മുസ്ലിം സമൂഹം മൊത്തത്തിൽ എന്നുള്ള അർത്ഥത്തിലില്ല, പ്ലാൻഡ് ആയിട്ട് ചിലർ ചെയ്യുന്നതാണ് ചില സംഘടനകൾ. ഞാൻ പറയട്ടെ, ഇവിടെ അച്യുതാനന്ദൻ പറഞ്ഞില്ലേ കൈവെട്ട് കേസ് കഴിഞ്ഞപ്പോൾ 20 വർഷം കൊണ്ട് ഇവിടെ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നും, മുഴുവൻ സമുദായങ്ങൾ ശ്രമിച്ചാലേ ഇസ്ലാമിക രാഷ്ട്രമാക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ പറയുന്നില്ലല്ലോ. ഇത് യാഥാർത്ഥ്യമാണ്. അനുഭവിക്കുന്ന മാതാപിതാക്കള് അത് പറയുന്നു. അപ്പൊ അതുകൊണ്ട് കണക്കുകളും അങ്ങനെയാണ് പറയുന്നത്. ഒഫീഷ്യലായിട്ടുള്ള കണക്കുകളും അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഇതിന്റെ പേരും ഡെഫിനിഷനും എന്തോ ആകട്ടെ. കാരണം പല പെൺകുട്ടികളെയും ഇങ്ങനെ കൊണ്ടുപോവുകയും അവരെ പിന്നെ തീവ്രവാദത്തിലേക്ക് കടത്തിവിടുകയും പലരെ ഉപേക്ഷിക്കുകയും അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരാൻ വയ്യാത്ത രീതിയിലാകുകയും ഒക്കെ ചെയ്ത ചരിത്രങ്ങളുണ്ട്. അത് നാട്ടിൻപുറത്തെ മാതാപിതാക്കൾ പറയും. അത് പറയുന്നതാണ് ഉണ്ടാകുന്നത്. തെളിവുകളില്ല. താങ്കൾ അധികം സംസാരിക്കുന്നു. തെളിവുകളില്ലാത്ത കാര്യങ്ങളിൽ താങ്കൾ സംസാരിക്കുന്നു. തെളിവുകളില്ലാത്ത കാര്യമല്ലല്ലോ ഞാനിപ്പോ പറഞ്ഞില്ലേ. എത്ര ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞില്ലേ, ഷൂട്ടറിന്റെ കാര്യം പറഞ്ഞില്ലേ. അയാള് രഞ്ജിത് കുമാർ എന്ന് പറഞ്ഞോണ്ടാ വന്ന. അയാളുടെ പേര് ഹസൻ ഖാൻ ആയിരുന്നു. ഇന്ത്യയിലെ നാഷണൽ ഷൂട്ടറാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ടി ബി മിനി, കേരളത്തിലെ ഞാൻ തിരിച്ചു വരാം. ശ്രീ ടി ബി മിനി, അഡ്വക്കേറ്റ് TB മിനി, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ അല്ലേ? മിനി, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? റൈറ്റ്. കേരളത്തിലെ കലാലയ ക്യാമ്പസുകളിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിരുന്ന പ്രണയം, അത് ഒരു പ്രത്യേക സമുദായത്തിന് നേരെ തിരിക്കപ്പെട്ടത്, അവർ തീവ്രവാദത്തിനു വേണ്ടി പ്രണയത്തെ മറയാക്കുകയായിരുന്നു എന്ന് വിധിക്കപ്പെട്ടത് ഏത് സാമൂഹ്യ സാഹചര്യത്തിലാണ്? അതിനെ ശ്രീ ജോർജ് കുര്യൻ ഇവിടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ ലവ് ജിഹാദ് എന്ന ബാനറിലേക്ക് ആക്കി തീർക്കുന്നത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ്? കോടതിക്ക് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം അതിലുണ്ടായിരുന്നില്ല. ഞാൻ ആ കോടതിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാളാണ്. കോടതി അത് കുറെ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സൂചനകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിക്ക് തോന്നുകയും കോടതി ആ സമയത്ത് ഒരു പരാമർശം നടത്തുകയും ചെയ്തു. KT ശങ്കർ സാർ എന്നുള്ള ആയിരുന്നു. അദ്ദേഹമാണ് അതിൽ അങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പറയുന്നത്. കുറെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ വന്ന സമയമായിരുന്നത്. അപ്പൊ ആ സമയത്ത് കുറെ മുസ്ലിം കുട്ടികൾ ഈ രീതിയിൽ വിവാഹിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ യഥാർത്ഥത്തിൽ അതായിരുന്നില്ല ആ സംഭവങ്ങൾ. പിന്നീടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾക്ക് വെളിച്ചത്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ആ വിഷയം മാത്രം എടുത്ത് നമുക്ക് ആ വിഷയത്തെ ചോദിക്കാൻ നമുക്ക് കഴിയില്ല. ചർച്ച അവസാനിപ്പിക്കും. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇവിടെ കോടതി പറഞ്ഞു ഇല്ല, പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ, ഒരു പ്രത്യേക സമുദായത്തെ മാത്രം കോർണർ ചെയ്ത് ആക്രമിക്കാൻ സഹായകരമാകുന്ന ചില ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളെ സമർത്ഥമായി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന സംഘടനകൾ, ഇത്തരമൊരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള വിലയിരുത്തലുകളാണ് ലവ് ജിഹാദിനെ സംബന്ധിച്ച് നമ്മൾ നടത്തേണ്ടത് പൊതുസമൂഹത്തിന് മുന്നിൽ? ഞാനത് ഈ കാണുന്ന ഒരു രീതി ഞാൻ ആദ്യം പറഞ്ഞത് മാതിരി പ്രണയത്തിലൂടെ പൂത്തുലയുന്ന പുതിയ ഡെമോക്രറ്റൈസേഷൻ്റെ ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഒരു സാധൂകരണത്തിൻ്റെ പാതയിലൂടെ പോകണമോ, അതോ പഴയ മത നിന്ദയ്ക്കകത്ത് നിന്നുകൊണ്ട് മതസ്പർദ്ധയ്ക്കകത്ത് നിന്നുകൊണ്ട് മനുഷ്യഹൃദയങ്ങളെ വിഭജിക്കണമോ? ഇതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ലവ് ജിഹാദ് എന്ന വാക്ക് കോയിൻ ചെയ്തെടുത്ത പത്രങ്ങൾ, ഞാൻ 2 പത്രങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, 3 മാസത്തോളമായിരുന്നു അലമുറ. എവിടുന്നാണ് വന്നതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. പക്ഷേ അവരുന്നയിച്ച ഒരു കാര്യത്തിനകത്ത് ഒറ്റ FIR പോലും ഉണ്ടായിട്ടില്ല ഇതുവരെ. നാം ആലോചിക്കണം. ഒന്ന്, കാര്യം തെളിയിക്കപ്പെടുന്നതല്ല. പിന്നെ മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി തന്നെ
2267 പെൺകുട്ടികളെ, ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റി സ്വയം വളർന്നു കളയാമെന്ന് വിചാരിക്കുന്ന വ്യാമോഹമൊന്നും വളർന്നു നിൽക്കുന്ന കേരളത്തിലെ മുസ്ലിം സമുദായത്തിനില്ല. അങ്ങനെ ഒരു ഐഡിയയിലേക്ക് അവർ പോകാൻ ഇടയില്ല എന്ന് ഞാൻ പറയുന്നത്, സാമുദായിക വളർച്ചയിൽ ഒരു നല്ല സമുതുലനം, ഡെമോക്രറ്റൈസേഷൻ്റെ നല്ല സമുതുലനം ഉള്ള ഈ സംസ്ഥാനത്ത് കുറേ ആൾക്കാരെ ഇങ്ങനെ മാറ്റിയെടുത്ത് ഞങ്ങളുടെ മതം വളർത്തിക്കളയാം എന്ന് വിചാരിക്കാനുള്ള മൂഢധാരണയൊന്നും ആർക്കുമില്ല മലയാളികൾക്ക്. അതിനുശേഷവും പ്രണയവിവാഹങ്ങൾ നടന്നിട്ടുണ്ട്, വഴക്കുകൾ നടക്കാതിരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് അതേ സംബന്ധിച്ച് അത് മാറ്റി നിർത്തുക കേരളത്തിലെ കാര്യം. പക്ഷേ BJPയെ പോലെയുള്ള ഹിന്ദു പരിവാര സംഘടനകളുണ്ടല്ലോ, അതിനെ രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ അവർ പ്രണയത്തിനെതിരായി നിലപാടെടുക്കുന്നു എന്നതാണ് പ്രശ്നം. മനുഷ്യനെ സ്നേഹിക്കുന്ന വികാരത്തിനെതിരെ നിലപാടെടുക്കുന്നു. അത് മനുഷ്യത്വപരമല്ലാത്ത അങ്ങേയറ്റം വന്യമായ ഒരു വികാരമാണ്, കാലഹരണപ്പെട്ട വികാരമാണ്. അത് ഉയർത്തിപ്പിടിക്കുന്നവർ കാലഹരണപ്പെടുക തന്നെ ചെയ്യും. വളരെയധികം നന്ദി ശ്രീ ജോർജ് കുര്യൻ, ശ്രീ ഭാസുരേന്ദ്ര ബാബു, അഡ്വക്കേറ്റ് TB മിനി ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രധാന വാർത്തയിലേക്ക് വീണ്ടും. ലവ് ജിഹാദ് സംബന്ധിച്ച RSS പ്രചാരണം തള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. ലവ് ജിഹാദിന്റെ നിർവചനം എന്താണെന്ന ആഭ്യന്തരമന്ത്രിയുടെ ചോദ്യം. ഇന്ത്യയിൽ നിന്ന് ISIS ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുവെന്ന വാർത്തയ്ക്ക് തെളിവില്ലെന്നും ആഭ്യന്തരമന്ത്രി. ഇന്ത്യയിൽ നിന്നും കുവൈത്തിലേക്ക് ഗാർഹിക ജോലിക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്നതിന് ബാങ്ക് ഗ്യാരണ്ടി നിർബന്ധം. വീട്ടുജോലിക്കായി കൊണ്ടുവരുന്ന സ്ത്രീകൾക്കായി 720 ദിനാർ കെട്ടിവെക്കണമെന്നും ഇന്ത്യൻ എംബസി. പ്രവാസികളെ ലക്ഷ്യം വെച്ച് ബഹ്റൈനിൽ വ്യാപക ട്രാഫിക് പരിശോധന. അനധികൃത ടാക്സി സർവീസ് കണ്ടെത്തിയാൽ 48 മണിക്കൂറിനകം വിസ റദ്ദാക്കുമെന്ന് അധികൃതർ. ഭീകരവിരുദ്ധ വേട്ടയ്ക്ക് ആയുധം വാങ്ങാൻ വേണ്ടി മാത്രം കേരളം പോയ വർഷം ചെലവഴിച്ചത് 2.5 കോടി രൂപ. 2011-12 ചെലവാക്കിയത് 7.3 കോടി രൂപ. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് പല സംസ്ഥാനങ്ങൾക്കും മറുപടിയില്ല. പ്രളയം ദുരന്തം വിതച്ച കശ്മീരിൽ 6 ലക്ഷത്തോളം പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുവെന്ന് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം വിലയിരുത്താൻ സർക്കാർ കേന്ദ്രമന്ത്രിയെ നിയോഗിച്ചു. രക്ഷാപ്രവർത്തനത്തിലെ പുരോഗതി അറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി. ഇന്ന് രാത്രിക്കകം രക്ഷാപ്രവർത്തനം നടന്നില്ലെങ്കിൽ ദുരന്തമായി മാറുമെന്ന് കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ. മലാല യൂസഫ്സായിയെ വെടിവെച്ച തെഹരീക്കെ താലിബാൻ പ്രവർത്തകർ അറസ്റ്റിൽ. സംഘത്തിലെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്തെന്ന് പാക് സൈന്യം. കാമുകിയെ വെടിവെച്ചു കൊന്ന കേസിൽ ഓസ്കാർ പിസ്റ്റോറിയസ് കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി അടുത്ത മാസം 13-ന്. ഇതോടെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് സമാപിക്കുന്നു. നമസ്കാരം.